ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു മാനം ചെറുതായിട്ടൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറച്ച് ചന്തക്കൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഏതായാലും കുറേ സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം ചന്തക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം. മൂത്തോ ഇത്? ഇനി വരുന്നോടാ? ആണോ? കട്ടി കൂടുതലുള്ളതുകൊണ്ടേ മൂത്തം തോന്നുന്നില്ല അകവേ. നമുക്ക് പോയാലോ? പോയേക്കാം, ഞങ്ങളെന്നാ പോയിട്ട് വരാം. കുഞ്ഞിയും ചേട്ടാച്ചനും കൂടെ അച്ചമ്മച്ചിയെ സഹായിക്കണം കേട്ടോ, ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്കും. അതോ എല്ലാവരും കൂടെ അവിടെ അടിയലമ്പോ ആക്കുമോ? അച്ചമ്മച്ചിയും കുഞ്ഞിയും അടിയലമ്പോ ആക്കുമോന്ന് കേട്ടോ. പെരക്കകം തൂത്തേക്കണം, വിളക്ക് വെച്ചേക്കണം. ഇനി അച്ചമ്മച്ചി വിളിക്കുമ്പോ ഇവിടെ ഹാജരായിരിക്കണം. മഴയൊന്ന് മാറിയപ്പോഴത്തേക്കിനുവേ ആൽമരമൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ടല്ലേ? മഴയൊന്ന് മാറി, അതെ, എല്ലാം ഒന്നൊരു ഉണർവായി വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാൽ കമ്പം വരെ ഒന്ന് പോയിട്ട് വരാം അല്ലേ? കമ്പം നമ്മള് ചന്തക്ക് പോകാന്ന് പറയുമ്പോഴേ അറിയാലോ, കമ്പം ചന്തക്ക്. അതെ, കമ്പം ചന്തക്ക് പോകാനാണെന്നുള്ളത്. ആദ്യമായിട്ടാണ് നമ്മള് തന്നെ പോകുന്നതേ. അപ്പൊ അവര് സമയം കുറവായതുകൊണ്ട് നമ്മള് സാധനമൊക്കെ എടുക്കാനൊക്കെ ഉണ്ടല്ലേ? എല്ലാ സാധനം തീർന്നു, അതുകൊണ്ടാണ് ഇന്ന് അത്യാവശ്യമായിട്ടൊന്ന് ഓടിപ്പോയിട്ട് വരാം. നല്ല സീനറിയാ കേട്ടോ. അതെ, എല്ലാരെയും കൂട്ടിക്കൊണ്ട് എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നിട്ടേ ഒറ്റയ്ക്ക് പോകുമ്പോ ഒരു വിഷമം. സമയമില്ലല്ലേ, പിന്നെ എന്നാ ചെയ്യാനാ. അമ്മമാർക്ക് ക്ലാസ് ഉണ്ട്, പോപ്പിക്ക് ജിമ്മിൽ പോണം, കുഞ്ഞിക്ക് നാളെ പരീക്ഷയുണ്ട്, ചക്ക വറക്കാനുണ്ട്. ചക്കയുണ്ട്, മറ്റേ റോബസ്റ്റ ഉണ്ട്. കായും വറക്കണം. കാവിന് നാളെ ആണെങ്കിലും വറുത്താൽ മതി, അഴുക്കാവുമല്ലോ. ചക്ക പക്ഷെ വെച്ചിട്ട് പോയ അഴുക്കായി പോയെന്നെയ്യോ. നമ്മള് തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഒത്തെങ്കിൽ മൂന്നും കൂടെ അവിടെ എല്ലാം അടിനാശവും വെള്ളപ്പൊക്കം പറയാൻ പറ്റില്ല. പോപ്പി ഇപ്പൊ ജിമ്മിൽ പോകും. കുഞ്ഞി അച്ചമ്മച്ചിയും കൂടെ മതിയല്ലോ, വേറെ ആരും വേണല്ലോ, രണ്ടുപേര് പോരെ. അങ്ങനെ നമ്മള് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ 2 മിനിറ്റ് വേണ്ട കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലോട്ട് വരാൻ, അല്ലേ? 2 മിനിറ്റ് വേണ്ട. 2 മിനിറ്റ് വേണ്ട, അതിന് താഴെ ദൂരത്തിൽ ചെക്ക് പോസ്റ്റ് വരും. എല്ലാം തമിഴ്ക്കാര് പണി കഴിഞ്ഞു പോകുന്ന വണ്ടികളാട്ടോ. ഈ ഒരു 2 മണി കഴിഞ്ഞാ പിന്നെ റോഡ് ഫുള്ള് പണിക്കാരുടെ വണ്ടിയായിരിക്കും. ഇപ്പൊ എല്ലാം പോയി തീരാറായി. ഓവർ ടൈം ഒക്കെ എടുക്കുന്നവരെ ഉള്ളിൽ. ഇതെല്ലാം ടോറസ് ഒക്കെ ലോഡുമായിട്ട് താഴെ നിന്ന് കയറി വരുന്ന വണ്ടിക്കാരൻ, അറിയുന്ന വണ്ടിക്കാരനാ കേട്ടോ. ചെക്ക് പോസ്റ്റിൽ നമ്മളെ കടത്തി വിടുകയല്ലേ, ലേറ്റ് ആക്കുവോ? നമുക്ക് സമയമില്ലെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അതെ. അപ്പോൾ ചെക്ക് പോസ്റ്റ് പാസ്സായി കേരള ബൗണ്ടറി കടന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി. ഈ സൈഡിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം രാവിലെ പണിക്ക് വരുന്നതാ കേരളത്തിലോട്ട്. വൈകുന്നേരം തിരിച്ചും പോകും. ബസ്സിന് തിരിച്ചു പോകാൻ നിൽക്കുന്നവരാതിരില്ല. രാവിലെ ബസ്സിന് വരും, വൈകിട്ട് പണി കഴിഞ്ഞ് ബസ്സിന് പോകും. ഇപ്പൊ ഇങ്ങനെ ഇഷ്ടംപോലെ ബസ് ഉള്ളത് കൊണ്ട് ബസ്സിന് ഡെയിലി വന്ന് പോകുന്ന ആൾക്കാരും ഉണ്ട്. പണി നല്ല ഇല്ലിയാ നിൽക്കുന്നതേ, അതായത് വണ്ണം കുറഞ്ഞ മുളയാ, തോട്ടിക്ക് പറ്റിയ. ഈ സ്ഥലത്തിന്റെ പേരാണെന്നറിയാവോ? ഈ സ്ഥലത്തിന്റെ പേരാണ് തണ്ണിവളവ്. ഇവിടെ വേനക്കും മഴയത്തും എല്ലാം മൊത്തം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടോ ആ പാറയെന്നെല്ലാം കൂടെ. അവിടെ റോഡ് എപ്പോഴും, ഇവിടെ എത്ര പണിതിട്ടാലും റോഡ് എപ്പോഴും റിപ്പയറിങ് കണ്ടീഷനിലേ കിടക്കത്തുള്ളൂ, മുഴുവൻ കുഴിയായിട്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, ഇവിടെ 1-2 സ്ഥലമുണ്ട്, അത്രേ ഉള്ളൂ പ്രശ്നം. ബാക്കി സ്ഥലങ്ങളെല്ലാം വലിയ കുഴപ്പമില്ല. വലിയ വണ്ടികൾ ലോഡുമായിട്ടൊക്കെ വരുമ്പോഴേ ഈ വെള്ളം എല്ലാം കൂടെ കൂടിയിട്ട് ഈ റോഡെല്ലാം ഇരുന്നിരുന്നു പോകും. ഇവിടെ എല്ലാം ഒത്തിരി പരിപാടി അവർ ചെയ്ത് നോക്കിയതാ. ഇത് ചോളത്തട്ട ചുന് ഒക്കെ തീറ്റയായിട്ട് ഫാമിലേക്ക് കൊണ്ടുപോകണം. ഇതിനു വേണ്ടി മാത്രം, പശുവിൻ തീറ്റയ്ക്ക് മാത്രം ഉണ്ടാക്കുന്ന സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. ചോളത്തട്ട എന്ന് പറഞ്ഞാൽ അത് കയറി വരുന്നത് ഒത്തിരി വരുന്നുണ്ട്. ചോളം ഉണ്ടാകുന്നതാണോ അതോ ഇനി കാലിത്തീറ്റയ്ക്ക് വേണ്ടി മാത്രം വെക്കുന്നതാണോ ഒന്നും അറിയത്തില്ല. അതിൽ സാധനം അതിന്റെ വിളവെടുത്തിട്ട് വരുന്നതാണോ എന്ന് ഇനിയും അവരോട് വ്യക്തമായിട്ട് ഒന്നുകൂടെ ചോദിക്കും. അല്ലാതെ അവരങ്ങനെ തട്ടയായിട്ട് കൊടുക്കുമെന്നോ? കൃഷി ചെയ്യാനുള്ള ഇത് അവര് തമിഴ്നാട്ടിലല്ലേ, അവരെല്ലാ പരിപാടിയും ചെയ്യും. അവര് ചെയ്യുമല്ലാത്ത ബിസിനസ് ഒന്നുമില്ല, എല്ലാം മൊത്തം ഏത് മാർഗത്തിൽ കൂടെ ബിസിനസ് ചെയ്യും. അങ്ങനെ നമ്മളെ മെട്ടിറങ്ങി അടിവാരം എത്താറായി കേട്ടോ. ഞങ്ങൾ ഇന്നാള് 3-4 പേര് ഇവിടെ വന്ന് താമസിച്ചാ കേട്ടോ.
ഒരു പ്രാവശ്യം നാട്ടിൽ നിന്ന് കുറേ പേര് ഫ്രണ്ട്സ് എല്ലാം വന്നില്ലായിരുന്നു ഹർത്താലിൽ നിന്ന്. അവരോട് ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങോട്ട് വരാൻ പറഞ്ഞേ. അവർ പറഞ്ഞു ഹർത്താലായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, കേരളത്തിൽ ഈ ഹർത്താൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഹർത്താലല്ലായിരുന്നു, അത് ഭാരത് ബന്ധല്ലേ, അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം കൂടി ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടി ഇവിടെ അങ്ങ് കൂടി. അപ്പം അവർ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബന്ദ് ഭാരത് ബന്ധാന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ എങ്ങും ഒരു വിഷയമില്ലായിരുന്നു. ഞങ്ങൾ അതിലെല്ലാം കറങ്ങി, രാമക്കൽമേടിൻ്റെ അടിവാരവും ഒക്കെ പോയി കറങ്ങി തിരിച്ചു വന്നിട്ട് താഴെ നിന്ന് അവിടെ നിന്ന് ഒരു മട്ടൻ 2 കിലോ മട്ടനൊക്കെ വാങ്ങിച്ച് എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ റിസോർട്ടിലെ പുള്ളിയുടെ കൊടുത്തിട്ട് അവരത് കറിയൊക്കെ വെച്ചത് നല്ല സെറ്റായിട്ട് അടിപൊളി മട്ടൻ കറിയായിരുന്നു കേട്ടോ. മട്ടൻ കറി വെക്കാൻ തമിഴ്ക്കാരെ കഴിഞ്ഞിട്ടേ ഉള്ളോ? കൊച്ചച്ച കേക്കണ്ട, കൊച്ചച്ചായ തമിഴ്ക്കാരനാക്കിയോ? അക്ക പറയുവല്ലേ മട്ടൻ കൂട്ടാത്തോര് പോലും കൂട്ടിപ്പോകും, ഞാൻ കറി വെച്ച് കാണിക്കാന്നൊക്കെ പറയുവല്ലേ. അത് ശരിയാ. ഇനി ഒരു ദിവസം മട്ടൻ വാങ്ങിച്ച് കായക്കൊണ്ട് കറി വെപ്പിക്കാല്ലേ, വെപ്പിച്ചാ മതി, അറിയാം. എല്ലാരും ഏതാണ്ടെല്ലാം പറിക്കുന്നു. ഞാവൽപ്പഴം പറിക്കുക കേട്ടോ. നിറഞ്ഞു കിടക്കുന്ന മഴ മാറിയപ്പോഴത്തേക്കിന് നല്ല ഒരു ഉഷാറായി അല്ലേ. ഇനി മാറിയാൽ മതിയായിരുന്നു. ഒരു 3-4 മാസമായി മഴ തുടങ്ങിയിട്ട്. ഒരു തരത്തിലും മനുഷ്യനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള മഴയായിരുന്നു. എന്നാലേ ഒന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞേ. ചെറുതായിട്ട് തെളിഞ്ഞത് വിശ്വസിക്കാൻ പറ്റത്തില്ല, എന്നാലും ഒന്ന് തെളിഞ്ഞു. അപ്പൊ അങ്ങനെ അടിവാരം റോഡിലെത്തി. മഴ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? മഴ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചാൽ ഇത്ര നാളും ജീവിച്ചവരൊക്കെ അങ്ങ് ജീവിക്കണം, അല്ല ഇപ്പൊ തന്നെ ചെയ്യുന്നത്. അല്ല, ഈ 4 മാസത്തെ മഴയുടെ ക്ഷീണം ഒന്ന് നികത്തി എടുക്കണമെങ്കിലേ ഇനി ഒരു 4 മാസം മഴ ഇല്ലാതിരിക്കും. എന്നാ ചെയ്യാനാ. ഏതായാലും ഇവിടെ എല്ലാം ഇനിയിപ്പോ മഴ മാറിയതുകൊണ്ട് ഇനിയും കൃഷിയെല്ലാം ഒന്നുകൂടെ ഉഷാറാവും. ഇങ്ങോട്ട് നമ്മുടെ അവിടുത്തെ അത്ര മഴയില്ലല്ലോ. അതെ അതെ അതെ, അത്ര ഇങ്ങോട്ട് അത്രയും മഴയില്ല. പക്ഷെ ഈ പച്ചക്കറിക്കെല്ലാം മഴ കണ്ടമാനം മഴയായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് മഴയാണെങ്കിൽ പച്ചക്കറി കൂടുതൽ നശിച്ചു പോകും. എല്ലാം 2 മാസം 3 മാസം ആയുസുള്ള സാധനങ്ങളല്ലേ. ഇപ്പം വീണ്ടും ഓരോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന് കണ്ട സ്ഥലത്ത് വയറിട്ടിരുന്നിടത്തല്ല ഇപ്പം വേറെ കൃഷിയായി കണ്ടോ. അതല്ല ഇത് കണ്ടോ, ഈ പാടം കണ്ടോ, ഇത് വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ഇട്ടേക്കുക, എല്ലാം ഒരുക്കി ഇട്ടേക്കുക. അടുത്ത കൃഷി എന്തെങ്കിലും വേറെ വരും. ഇവിടെ പയറായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ. അപ്പുറത്തൊരു എള്ളുപാടം ഉണ്ടായിരുന്നു, എള്ളുപാടം, അതൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ നമ്മൾ കമ്പം അടിവാരം കഴിഞ്ഞ് നമ്മൾ ബൈപ്പാസ് എത്തി കേട്ടോ. കുമളി കമ്പം നേരെ നമ്മൾ ടൗണിലേക്ക് പോയേക്കാം അല്ലേ. ആദ്യം പോയി നമുക്ക് തേങ്ങ വാങ്ങിച്ചിട്ട് ചന്തയിലോട്ട് പോയാലോ? അത് കൊള്ളാലോ. തേങ്ങ കൊണ്ട് ഒരു ട്രാക്ടർ നിറയും തേങ്ങ പോയി. ഇവിടെ ഒരു തേങ്ങാട്ടി ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് ഈ ലെഫ്റ്റില് ആണോ? അവിടെ വേണം ചോദിച്ചു നോക്കാം. ഇവിടെ തേങ്ങാട്ടി ഉണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്നാ ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കിയിട്ട് നമുക്ക് വില ചോദിച്ചിട്ട് നോക്കാം. ഇതാണോ? അല്ല, അല്ലായിരുന്നോ? നമ്മള് സാധാരണ വരുന്നതിൽ നേരത്തെ വന്നത് കേട്ടോ. ആയിട്ടില്ലല്ലോ, പക്ഷെ ഭയങ്കര തിരക്കാല്ലേ. ഇഷ്ടം പോലെ കേരളത്തിൽ നിന്നുള്ള വണ്ടികളാണ് മുഴുവൻ. നല്ല തിരക്കാ. ചന്തക്കകത്തേക്കായാലും കൂടുതൽ സാധനം വെളിയിലുണ്ടോ തോന്നുന്നല്ലേ? വെളിയിലുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം വെളിയിലാ. ഫ്രൂട്ട്സ് ഐറ്റംസ് കണ്ടോ, ജമന്തി പൂ ഒക്കെ ഇരിക്കുന്നതാണ്. നല്ല തിരക്കുണ്ട്. എല്ലാ സാധനം കിട്ടുമെന്നുള്ളതാണ് ഇവിടെ. എല്ലാം കിട്ടും, ഇല്ലാത്ത ഒരു സാധനമില്ല. ആൾക്കാർക്കെല്ലാം തിരക്കുവാ. കണ്ടോ, കത്തി ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ? കത്തിയ്, ചൂല്, ദോശക്കല്ല് വേണോ? അവിടെ ഇരുമ്പിന്റെ ചട്ടികളെ വണ്ടിക്കകത്ത് നിറയെ കടലായിട്ട് വയ്ക്കുന്നതാണ്. നടക്കാൻ വന്നാണോ? 20 രൂപ 20 പോലെ. ഏതായാലും എടുത്തു. വല്ലതും കിട്ടിയോ? നല്ല നോക്കി തെരഞ്ഞെടുക്കുവാണോ? തേങ്ങ, സവോള, തേങ്ങ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇത് ആയപ്പോഴത്തേക്കിനും നല്ല തിരക്കായി കേട്ടോ. ഇപ്രാവശ്യം വില കൂടിയല്ലേ? 40 രൂപ. ഫ്ലവർ, കോളിഫ്ലവർ ഏതെടുത്താലും 20 രൂപ. നമ്മൾ വന്നതിലൊക്കെ പോയി കേട്ടോ. അപ്പൊ നമുക്കെന്നാ പതുക്കെ സാധനമൊക്കെ വാങ്ങിച്ചു തീർന്നില്ലേ, പോയച്ചാലോ?
നമ്മള് കമ്പം ടൗണിൽ നിന്ന് പോവാ കേട്ടോ. എന്നെ വെട്ടോ നോക്കിയാവോ വണ്ടി ബസ്സിന്റെ ഇന്നൊന്നും അടിക്കുകയാണ്. ഇവർക്ക് രാത്രി ഒന്നും ഇല്ലെന്ന് തോന്നുന്നേ. അവർക്ക് രാത്രി നമ്മളാണെങ്കിൽ സന്ധ്യ ആകുമ്പോഴെല്ലാരും എങ്ങനെയാലും വീട്ടിൽ കയറാൻ നോക്കുമല്ലേ. ഇവർക്ക് രാത്രിയിലായി ഇവരന്നേരം ഇറങ്ങി. ചൂട് കൂടുതലായതുകൊണ്ട് തോന്നുന്നു പണിയെല്ലാം കഴിഞ്ഞ് വൈകിട്ടായിരിക്കും വരുന്നത്. അതെ, എന്നാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ എല്ലാ സാധനം മേടിക്കാൻ കിട്ടുമെന്നുള്ളത് ഇവിടെ. നമ്മളാണെങ്കിൽ പറമ്പിൽ നിൽക്കുന്ന വാഴക്കൂമ്പൊക്കെ എത്ര എണ്ണം കളയും ഓർത്ത് നോക്കി. ഇത് ഓരോ വണ്ടിയെ കൊണ്ടുവന്ന് 20 രൂപ, 10 രൂപ, 20 രൂപ. കിട്ടുമോ നോക്കാം നമുക്ക്. ചിന്ന മുട്ട ഈ കോഴിയുടെ അകത്തുള്ള മുട്ടയാണ്. ആ അതന്നെ, നാടൻ കോഴിയൊക്കെ കടത്തിക്കോഴിയൊക്കെ കൊല്ലുമ്പോൾ കിട്ടുമല്ലേ അതിനകത്ത് കിട്ടുന്നതല്ലേ. നോക്കാം, ആർക്കറിയാൻ കിട്ടുമോ ചോദിച്ചോ. നോക്കാം. രാത്രിയിലെ കമ്പം ടൗൺ ഇഷ്ടപ്പെട്ടോ? പിന്നെ ആണോ? അല്ലെങ്കിലും കമ്പത്ത് വന്ന് നിന്നാ നല്ല രസം. ആൾക്കാർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഉറുമ്പ് പോകുന്നു അല്ലേ. അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, എവിടെ പോകുന്നാന്ന് ഒരു പിടിയും കിട്ടുമല്ലോ. കച്ചവടം കാണണമെങ്കിൽ കമ്പത്ത് വരണം അല്ലേ. അതെ, കടയിലെ ആള് കാണണമെങ്കിൽ. ഒരു ചായക്കട പോലും അതിന്റെ തിരക്കാന്നല്ലോ. ചെറിയൊരു ചായയും കടിയും വെക്കുന്ന കടയിൽ പോലും അതുപോലെ തിരക്കാം. ഒരു ബിസിനസിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ശരിയാ. കാരണം അവരേത് രീതിയിലും ബിസിനസ് ചെയ്യും, എങ്ങനെയും കച്ചവടം ചെയ്യാൻ അവരും എടുക്കണം. ഇപ്പൊ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയുടെ പകുതി ഭാഗം അവര് വിലക്ക് വാങ്ങിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഏത് സമയവും മൊത്തത്തിൽ അവർ വാങ്ങിക്കും. കാരണം അവർക്ക് മറ്റേ മുല്ലപ്പെരിയാറ്റിലെ വെള്ളവും അതും ഇതുമൊക്കെ വേണം. അത് അതിനവര് വർഷങ്ങളായിട്ടുള്ള പരിശ്രമത്തിലാണ്. അതിന് ഒത്തിരി സ്ഥലം വാങ്ങിച്ചു കേട്ടോ. നമ്മുടെ നമ്മൾ താമസിക്കുന്ന കരുണാകരം പഞ്ചായത്തിന്റെ എനിക്ക് തോന്നുന്നു ഒരു 40-50% സ്ഥലം ഇപ്പം തമിഴ്ക്കാർ മൊത്തം വാങ്ങിച്ചു. അവർക്ക് അതുകൊണ്ട് കാര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം കണക്ക് കൂട്ടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സർവേ എടുത്തതിനകത്ത് പറഞ്ഞത് ഏതാണ്ട് ഒരു മാസം 40 കോടി രൂപ പണിക്കൂലി ആയിട്ട് മാത്രം തമിഴ്നാട്ടിലേക്ക് പോകുന്നതാണ്. അതായത് ഇടുക്കി ജില്ലയിലെ ഈ 3 ചെക്ക് പോസ്റ്റ് വഴി കയറി വരുന്ന തമിഴ് തൊഴിലാളികളുണ്ടല്ലോ, ഇലക്ക എടുക്കാൻ വരുന്നത്, ആ വരുന്ന ആൾക്കാരുടെ ഡെയിലി 1000 വണ്ടിയാണ് വരുന്നത്. ഏതാണ്ട് ഒരു 20ഓളം തൊഴിലാളികൾ ഒരു വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പോഴത്തെ കൂലി കൂട്ടി നോക്കുവാണെങ്കിൽ ഒരു മാസം ഏതാണ്ട് ഒരു 40 കോടി രൂപ ഈ തമിഴ്നാട്ടിലേക്ക് കമ്പം തേനി ഭാഗത്തേക്ക് പോകുന്ന അതായിരിക്കുവേ. ഒരു വണ്ടിയിൽ ഒരു 20-22 പേര് കുറയാതെ കയറ്റുവര്. ദിവസം എത്ര വണ്ടി വരുന്നത് നമുക്ക് തന്നെ അറിയാലോ. അതിലെ പോകുന്ന എത്ര വണ്ടിയാണെന്ന്. എന്തേലും വാങ്ങിച്ചോണ്ട് പോകാം, നോക്കിയിരിക്കുവല്ലേ. നോക്കാം. എന്തോ അമ്മ ചന്ത മുഴുവൻ വാങ്ങിച്ചോ? ചന്ത മുഴുവൻ വാങ്ങിച്ചില്ല, അത്യാവശ്യം കുറച്ച്. എല്ലാ സാധനവും തീർന്നില്ലായിരുന്നു നമുക്ക്, പച്ചക്കറികളെല്ലാം. അപ്പൊ പിന്നെ എല്ലാം കുറച്ചങ്ങ് വാങ്ങിച്ചു. ഇതെന്നാ ചെറിയ ബണ്ണ? ആ ചെറിയ ബണ്ണ് 20 രൂപ. കുഞ്ഞിക്ക് ബണ്ണ് ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാ. പിന്നെ ഇതുണ്ടോ ഇനി 10 രൂപയുടെ മുരിങ്ങയ്ക്കയത്. ആ 20 രൂപയുടെ പാവയ്ക്ക ഉണ്ടോ ഇത്? ഇത്രയും പാവയ്ക്കേക്ക് 20 രൂപ. ഉണങ്ങായിരുന്നു, കുറെ വാങ്ങിച്ചു ഉണങ്ങായിരുന്നു. അതെ, തക്കാളിക്ക് മാത്രം ഇപ്രാവശ്യം വില കൂടുതലായിരുന്നു. 40 രൂപയായിരുന്നു കിലോ 40 ആയിരുന്നു. അല്ലെങ്കിൽ 10 രൂപയും 15 രൂപയൊക്കെ അല്ലേ കാണുള്ളൂ. ഞാൻ പറിക്കാറായി, അതുകൊണ്ട് ഞാൻ കത്രിക്ക വാങ്ങിച്ചില്ല. ഞാൻ ഓർത്തേ മറ്റേ തക്കാളിക്ക് വിലക്കുറവാണെ കുറച്ച് വാങ്ങിച്ച് നമുക്ക് സോസ് ഉണ്ടാക്കാന്നൊക്കെ ഓർത്തോണ്ടായിരുന്നു. സോസ് ഇരിപ്പുണ്ടല്ലോ. അത് വാങ്ങിച്ച സോസ് അല്ലേ. ഇത് കണ്ടോ സൈസ് ബീൻസ്, നല്ല രസമാണ്. ഇത് പിഞ്ചാ, വെറും പിഞ്ചാ ഇത്. ഇത് 20 രൂപയുള്ളൂ ഇത്രേ ഒരു തട്ട്. നമുക്ക് കാര്യം അപ്പുറമായിരുന്നു. ഇപ്പൊ 4 സൈസ് ബീൻസ് ഉണ്ടായിരുന്നില്ല, ഇത് കൂട്ടില്ലായിരുന്നല്ലേ. നമുക്ക് നീലയും മഞ്ഞയും 2 സൈസ് പച്ചക്കളറും ഇല്ലായിരുന്നു. പ്രാവശ്യത്തെ പച്ചമുളക് കണ്ടോ, നീളം പച്ചമുളക്. മറ്റേ ഇല്ലായിരുന്നോ? ഉരുണ്ടതും ഉണ്ടായിരുന്നു, നീളവും. രണ്ടും മേടിച്ചതോ? ഇല്ല, ഇത് മാത്രമേ മേടിച്ചുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞു കേട്ടോ. സമയമൊക്കെ ഒത്തിരി പോയി. സമയം 11 മണി. ഇന്നത്തെ ദിവസം കമ്പം എല്ലാം പോയി, സാധനം എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും കുഞ്ഞിയും പോപ്പിയും അച്ചമ്മച്ചിയും എല്ലാം കൂടെ
ചക്ക വറക്കാനുള്ളതെല്ലാം വറുത്ത് വെച്ചു. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു. ഇനിയിപ്പം കഞ്ഞിയെല്ലാം കുടിച്ചു പതുക്കെ കിടന്നേക്കാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.